അതൊരു ഭയങ്കര ഒരു അടുപ്പത്തിൻ്റെ തുടക്കമായിരുന്നു. കാരണം ജോമാഷിൻ്റെ ഭാര്യയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. മാഷിങ്ങനെ സിനിമയൊക്കെ വിട്ട് ഉപേക്ഷിച്ച് അവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പാട്ടുകളൊക്കെ ചെയ്യിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സാത്വികനാണ് മാഷ്. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ഹിറ്റ് പാട്ടാ ചെയ്തതെന്നൊന്നും പുള്ളി അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല, അതിലും എനിക്കൊരു സംസാരിക്കില്ല. പക്ഷെ എനിക്ക് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ പുള്ളി പങ്കുവെച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ പുള്ളിയുടെ വീട്ടിൻ്റെ മുകളിലൊരു മ്യൂസിക് റൂമുണ്ട്. നല്ല സിത്താറിസ്റ്റായിരുന്നു. അന്ന് സ്ട്രോക്കൊക്കെ വന്ന ഒരു സമയമാണ്, സിത്താർ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എന്നെ വിളിച്ചു വരുത്തി അവിടെ സിത്താറൊക്കെ വായിച്ച് കേൾപ്പിക്കും. പുള്ളിയുടെ പാട്ടുകളൊക്കെ പാടിത്തരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ അല്ലിയാമ്പൽ പെട്ടെന്ന് അങ്ങ് കയറി ഹിറ്റായി, ഭയങ്കര ഹിറ്റായി. അപ്പോൾ പലരും അതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കാം. പുള്ളി അന്ന് മദ്രാസിലാണ്. അപ്പോൾ കേരളത്തിൽ ഇത് എത്ര വലിയ ഹിറ്റാന്ന് പുള്ളിക്ക് അറിയാനുള്ള സ്കോപ്പൊന്നുമില്ല, പറഞ്ഞിട്ടുള്ള അറിവുള്ളൂ.